കെ.പി.സി.സി നേതൃമാറ്റം തള്ളി കോൺഗ്രസ് നേതാക്കൾ. നേതൃമാറ്റം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി കെ. മുരളീധരൻ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ശശി തരൂർ കെ.പി.സി.സി പുനഃസംഘടന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രതിസന്ധിയുടെ പടുകുഴിയിലാണ് കോൺഗ്രസ്. ഒടുവിൽ പ്രതിരോധിക്കാൻ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ. സുധാകരൻ പുറത്തേക്കെന്ന വാർത്ത തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒരു ചർച്ചയും കെ.പി.സി.സി പ്രസിഡന്റ് മാറ്റുമായിട്ട് ഞാൻ ഇന്നലെ ചാനലിലാണ് ഞാൻ അറിയണ്ടേ അങ്ങനെ ഒരു ചർച്ച നടക്കണ്ടേ? ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെടുക്കും. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. കെ.പി.സി.സി പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും പിന്തുണക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ കെ.പി.സി.സി പ്രസിഡന്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. എന്നാൽ തലസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിൽ അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളതാണ്. പ്രത്യക്ഷത്തിൽ കെ. സുധാകരന് പിന്തുണ നൽകിയായിരുന്നു കെ. മുരളീധരന്റെ പ്രതികരണം. കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും വാർഡ് തലത്തിൽ കുടുംബസംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല ജനപങ്കാളിത്തമുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ വന്നു എനിക്കറിയില്ല. ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനിടയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നാളെ പങ്കെടുക്കുമെന്ന് ശശി തരൂർ MP. തിരുവനന്തപുരത്ത് എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞു, ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടോ? ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധയോട് കേൾക്കോളൂ. പോണു കേട്ടോ. ശരി, വരട്ടെ. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PM.A. സലാം പ്രതികരിച്ചു. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDF-ൽ ചർച്ച ചെയ്യാറില്ലെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. 24 കൊച്ചി.